നിലമ്പൂരിലെ ആദിവാസി മേഖലയിൽ എങ്ങനെയാണ് ഈ പ്രചാരണങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളത്, ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നെടുങ്കയം ബൂത്തിൽ അവിടെ ചോലനായകർക്ക് ഏറ്റവും കൂടുതലായി വോട്ട് ചെയ്യാൻ എത്തുന്ന ഇടമാണ്. ഇംതിയാസ് കരീം അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, അവിടെയുള്ള പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ആളുകളെ അവിടേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ വനംവകുപ്പ് എങ്ങനെയാണ് നടത്തിയത്? മറ്റു വിവരങ്ങൾ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നെടുങ്കയത്തെ ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 471 ആദിവാസി വോട്ടർമാരുള്ള ഒരു ബൂത്താണിത്. ഇവിടെ ഇതിനോടകം ഇപ്പോൾ ഒരു 45ഓളം വോട്ടർമാരെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തു. ആദ്യത്തെ ഒരു 3 മണിക്കൂറിൽ ഒരു 10ഓ അതിൽ 12ഓ പേരൊക്കെ ആയിരുന്നു ആദ്യം എത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ സമയമാകുമ്പോൾ കുറേ പേരൊക്കെ ഈ മാഞ്ചേരി അടക്കമുള്ള ഭാഗങ്ങൾ നഗറിൽ നിന്ന് ജീപ്പിൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആളുകൾ എത്തുന്നില്ല എങ്കിൽ അത് ഫോറസ്റ്റ് തന്നെ വാഹനം വിട്ട് ആളുകളെ എത്തിക്കാം എന്നുള്ളിടത്തായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു 6 പേർ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 7ഓ 8ഓ പേരടങ്ങുന്ന ഒരു സംഘം കൂടെ ഇപ്പോൾ ജീപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയോ? ഇവിടെ ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത്? മണ്ണാള. ഏതാ? മണ്ണാള അല്ലേ? അങ്ങനെ ഇങ്ങോട്ടുള്ള വഴികളൊക്കെ വലിയ പ്രശ്നമായിരുന്നോ? ഇല്ല. ജീപ്പിലാ വന്നല്ലേ? ജീപ്പിലാ വന്നത്. അപ്പൊ ഈ സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യണം, ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ? കുറച്ചൊക്കെ ഉണ്ടാവും. റോഡാണ് ശരിക്കും റോഡാണ് പ്രശ്നം അല്ലേ? റോഡാണ് പ്രശ്നം. റോഡ് നന്നാക്കി തരാന്നൊക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചിലപ്പോൾ നിങ്ങൾ നന്നാക്കി തരേണ്ടി വരും റോഡ്. അതെ. ആ ഭാഗത്ത് നിന്നേ ഇപ്പൊ ഇനിയും കുറെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരാനുണ്ടോ? വോട്ട് ചെയ്യാൻ വേണ്ടി എത്താനുണ്ടോ ഇനിയും? ഞങ്ങൾ ഭാഗത്തുനിന്നില്ല ആൾക്കാരെ. ഇല്ല. അപ്പൊ മുഴുവൻ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി. ഞങ്ങള് തിരിച്ചടിക്കാരുള്ള ആൾക്കാരൊക്കെ വന്നു. തിരിച്ചടിക്കാരില്ല. തിരിച്ചടിക്കാരില്ലാത്ത ആൾക്കാരുണ്ട്. അതുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഓർക്കൊന്നും അറിയില്ല. ഈ വോട്ട് ചെയ്തൊന്ന് കാണിക്കാവോ? ക്യാമറ ഒന്ന് കാണിക്കാവോ? വോട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. മധു, ഈ രീതിയിലാണ് ഈ ആദ്യമൊക്കെ കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നെടുങ്കയം ഭാഗത്ത് നിന്നുള്ളവരൊക്കെ ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് എത്തി. പിന്നീട് ഈ പാണപ്പുഴ മേഖലയൊക്കെ കടന്ന് പലപ്പോഴും പുഴ കടന്നും ദുർഘടമായ പാതകൾ ഒക്കെ താണ്ടിയിട്ട് വേണം പലർക്കും ഇങ്ങോട്ടേക്ക് എത്താൻ, ഈ ഭാഗത്തേക്ക് എത്താൻ. അതിനു വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള പാർട്ടിക്കാരുടെ തന്നെ ആളുകളൊക്കെ ഇന്നലെ മുതൽ വാഹനങ്ങളൊക്കെ ജീപ്പടക്കമുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ച് ആളുകളെ ഇങ്ങോട്ടേക്ക് ബൂത്തിലേക്ക് എത്തിക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഒരു 3-4 ജീപ്പ് 400-ലധികം വോട്ടുകളുള്ള ഇടമാണ്. 400-ലധികം മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെങ്കിലും ഇത്ര ഉത്തരവാദിത്ത ബോധത്തോടെ അവരുടെ ആവശ്യങ്ങളിലേക്ക് പാഞ്ഞെത്തുന്ന വണ്ടികളും അവരെ തിരിച്ചു അവരെ കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഒക്കെയുള്ള ശ്രമങ്ങളും ഒക്കെ അവർക്കൊരു ആപത്ത് വരുമ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ വണ്ടികൾ ഇനി ഓടുമോ എന്നുള്ളതാണ്. ഇന്നത്തെ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടികളൊക്കെ നിലയ്ക്കും. പിന്നെ അങ്ങോട്ടേക്ക് ആളുകളുടെ ഒഴുക്കും നിലയ്ക്കുന്നതൊക്കെയാണ് പതിവ് കാഴ്ചയായി നമ്മൾ എല്ലായിടത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റമുണ്ടാവുമെങ്കിൽ അത് അത്രയും നല്ലത് തന്നെ. പക്ഷേ ചിലപ്പോഴുള്ള സ്നേഹം അതെല്ലായ്പ്പോഴും ഉണ്ടാകാത്തതാണ് ആളുകളിൽ നിരാശ ഉണ്ടാക്കുന്നത്. നമുക്ക്